कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। मूगं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्री चैतन्य ईश्वरं। हरि ओम तत्सत्। हरे कृष्ण। പുരുഷോത്തമ മാസത്തിന്റെ അവസാന ദിവസമായ ഇന്ന് പുരുഷോത്തമ യോഗം എന്ന 15-ാം അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകം നമുക്ക് ചർച്ച ചെയ്യാം. ശ്ലോകം 20. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ ഏതദ്ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ ഏതദ്ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ ഏതദ്ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ ഏതദ്ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഇതി ഗൃഹ്യതമം ശാസ്ത്രമിദമുക്തം മയാ നഘ ഏതദ്ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ ഏതദ്ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം ഗുരുഭ്യോ നമഃ. ഇതി ഗുഹ്യതമം ശാസ്ത്രമിദം മുക്തം മയാ നഘ ഏതദ്ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച മാമത. ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതി ഗുഹ്യതമം ശാസ്ത്രമിദമുക്തം മയാ നഘ ഏതദ്ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ ഏതദ്ബുദ്ധ്യാ ബുദ്ധിമാൻ സ്വാത് കൃതകൃത്യശ്ച ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. കൃഷ്ണ. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ ഏതദ്ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ ഏതദ്ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 20. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ ഏതദ്ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ ഏതദ്ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുവാന്റെ വിവർത്തനവും ഭാവാർത്ഥവും. അനഘ പാപരഹിതനായ ഭാരത, ഹേ അർജുന, ഇതി ഇപ്രകാരം, മയാ ഉക്തം ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്ന, ഗുഹ്യതമം അത്യന്തം രഹസ്യമായ, ഇതം ശാസ്ത്രം ഈ ജ്ഞാനം, ഏതദ് ബുദ്ധ്വ യഥാവിധം മനസ്സിലാക്കിയ, സർവേ എല്ലാവരും, ബുദ്ധിമാൻ ബുദ്ധിമാനും, കൃതകൃത്യഃ ച കർത്തവ്യം നിറവേറ്റിയവനും, സ്യാത് ആയി ഭവിക്കും. പാപരഹിതനായ ഹേ അർജുന, ഇപ്രകാരം ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്ന അത്യന്തം രഹസ്യമായ ഈ ജ്ഞാനം യഥാവിധം മനസ്സിലാക്കിയ എല്ലാവരും ബുദ്ധിമാനും കർത്തവ്യം നിറവേറ്റിയവനും ആയി ഭവിക്കും. ഇതം ശാസ്ത്രം എന്ന് പറയുന്നത് ഇവിടെ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? വൈദിക ഗ്രന്ഥങ്ങൾ, എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും സാരസ്ഥയാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഗുഹ്യതമം, അത്യന്തം രഹസ്യമായത് എന്ന് പറയുന്നത്.
ഗുഹ്യം, ഗുഹ്യതരം, ഗുഹ്യതമം. ഇനി അതിലും ഉപരിയായിട്ട് വേറെ ഒന്നും തന്നെയില്ല. ഏറ്റവും രഹസ്യമായിട്ടുള്ള അറിവാണ് ഈ ഭഗവാനെ കുറിച്ചിട്ടുള്ള അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. ഇപ്പൊ എപ്രകാരമാണോ ഈ അർജുനൻ ഭഗവാനിൽ നിന്നും ഈ ഭഗവത്ഗീത സ്വീകരിച്ചത്, അതുപോലെ വേണം നമ്മളെല്ലാവരും തന്നെ ഈ ഭഗവാന്റെ ഉപദേശങ്ങളെ സ്വീകരിക്കാൻ. എപ്രകാരമാണ് അർജുനൻ ഭഗവാന്റെ അടുത്ത് തിരുമുഖത്ത് നിന്ന് ഭഗവത്ഗീത സ്വീകരിച്ചത്? ഭക്തിഭാവത്തോട് കൂടിയിട്ട്. ഇപ്പോ ഭഗവാൻ കൃഷ്ണനെ ഒരു സാധാരണ വ്യക്തി അല്ലെങ്കിൽ ഒരു മഹാനായ വ്യക്തി എന്ന നിലയിൽ പോലും നമ്മൾ കണക്കാക്കരുത് എന്നാണ് ശ്രീരാപ്രഭുപാദർ ആമുഖത്തിൽ പറയുന്നുണ്ട്. കാരണം ഭഗവാൻ പരമദിവ്യോത്തം പുരുഷനാണ്. നമ്മൾ അംഗീകരിച്ചേ മതിയാവുള്ളൂ. എത്ര നിരീശ്വരവാദികളായാലും ശരി, അവസാനം അവർക്ക് ഈ ഒരു പോയിന്റിലേക്ക് എത്തിച്ചേരേണ്ടി വരും. അപ്പോ ഭഗവാൻ ആണ് സർവദിവ്യോത്തം പുരുഷൻ, ആ പരമദിവ്യോത്തം പുരുഷൻ എന്നുള്ള നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ സേവകരാണ് എന്നുള്ള ആ ഒരു വിധേയ മനോഭാവത്തോട് കൂടിയിട്ട് വേണം നമ്മൾ ഭഗവത്ഗീത പഠിക്കാനായിട്ട്. അപ്പോ ആ വിധേയ മനോഭാവത്തോട് കൂടി അല്ലാതെ നമ്മൾ ഭഗവത്ഗീത വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേര്, ശ്രീരാപ്രഭുപാദർ പറയുന്നുണ്ട്, ഒരുപാട് പേര് ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ ഭഗവാൻ കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ള കാര്യം അവര് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? അവരുടെ ആ സ്വന്തം കഴിവ് കാണിക്കാനായിട്ട് ശ്രമിച്ചത് കാരണം അവർക്ക് ആ ഒരു കാര്യത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു വിധേയ മനോഭാവത്തോട്ട് വേണം നമ്മൾ ഭഗവത്ഗീത പഠിക്കാനും അത് മനസ്സിലാക്കാനും. ഭഗവാനെ കുറിച്ചിട്ട് വാസ്തവത്തിൽ നമുക്കൊന്നും തന്നെ പറയാനായിട്ടുള്ള കഴിവ് നമുക്കില്ല. പക്ഷെ ഭഗവാൻ നമുക്ക് കഴിവ് തരുമ്പോഴല്ലെങ്കിൽ അനുഗ്രഹം തരുമ്പോഴാണ് നമുക്ക് ഭഗവാനെ കുറിച്ച് രണ്ടു വാക്കെങ്കിലും സംസാരിക്കാനായിട്ട് സാധിക്കുന്നത്. മേൽപ്പത്തൂര് നാരായണീയം എഴുതിയ സമയത്ത് അദ്ദേഹം ഓരോ ലൈനും എഴുതിയതിനു ശേഷം ഭഗവാന്റെ മുഖത്തേക്ക് നോക്കും. ഭഗവാൻ തലകുലക്കും. അതിനുശേഷമേ അടുത്ത ലൈൻ എഴുതാനായിട്ട് പോകാറുള്ളൂ. അപ്പൊ ഈ ഒരു മനോഭാവം ആണ് നമുക്ക് വേണ്ടത് എപ്പോഴും. ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് അത് ഗുഹ്യതമാണ്, അത്യന്തം രഹസ്യമായിട്ടാണ്. ഭഗവത്ഗീതയിലത്തെ ഓരോ ഉപദേശങ്ങളും നമ്മളെ ഈ ഭൗതിക അസ്തിത്വം എന്ന ഈ അവിദ്യയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അസതോമാം സദ്ഗമയ. അപ്പൊ അർജുനൻ മാത്രമല്ല, നമ്മൾ എല്ലാവരും തന്നെ ഈ ഭൗതിക അസ്തിത്വം മൂലം ഉത്കണ്ഠാകുലരാണ്. ഉത്കണ്ഠയില്ലാത്ത ആരും തന്നെയില്ല. മനുഷ്യര്, ഓരോ ജീവജാലങ്ങളും. ഇപ്പൊ നായൊക്കെ ഇപ്പൊ വഴിയിലെവിടെയും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കുടിക്കുമ്പോൾ അത് വളരെ ഉത്കണ്ഠയാണ്. ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നുണ്ടോ? അത് കാണാം. എപ്പോഴും ഇങ്ങനെ തല ഉയർത്തിയാൽ തലയുയർത്തി. അതുപോലെ പക്ഷികൾ വെള്ളം കുടിക്കുമ്പോഴും നാല് വശത്തേക്കും ഓരോ സെക്കൻഡിലും നോക്കിക്കൊണ്ടിരിക്കും. അവർക്കും ഉത്കണ്ഠയാണ്. അതുപോലെ തന്നെയാണ് നാളെ നമ്മുടെ ജീവിതം എന്താകും എന്നുള്ള ഉത്കണ്ഠ നമ്മൾ ഓരോ ജീവജാലങ്ങൾക്കും ഉണ്ട്. അപ്പൊ യഥാർത്ഥത്തില് നമ്മളുടെ അസ്തിത്വം എന്ന് പറയുന്നത് സനാതനമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള അസ്തിത്വത്തിൽ പെട്ട് ക്ലേശിക്കാനിടയായത്? നമ്മൾ ആരും ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അപ്പോ വളരെ കുറച്ച് പേര്, ഭഗവാൻ പറയുന്നുണ്ട് മനുഷ്യാണാം സഹസ്രേഷു, വളരെ കുറച്ച് പേര് മാത്രം ഈ തങ്ങളുടെ സ്ഥിതിയെ കുറിച്ചിട്ട്, നമ്മൾ ആരാണ്, ഭഗവാൻ ആരാണ്, നമ്മളും ഭഗവാനും തമ്മിലുള്ള ആ ബന്ധം എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ട് ഈ ഭൗതികമായിട്ടുള്ള അസ്തിത്വത്തിൽ വന്നു ചേരാൻ ഇടയായത്, എന്തുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നു, എങ്ങനെ നമുക്ക് ഈ കഷ്ടപ്പാടിൽ നിന്ന് മുക്തി നേടാം, ഇത്തരം വിഷയങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തില് ബുദ്ധിമാൻ എന്ന് പറയുന്നത്. അപ്പോ
ഇങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന ഈ യാതനകളെ കുറിച്ചിട്ട് സ്വയം ചോദ്യം ചെയ്യുന്ന ആ ഒരു നിലയിലേക്ക് എത്താത്ത ഒരു വ്യക്തിയെ, അതായത് തനിക്ക് ദുഃഖം വേണ്ട എന്നും നമുക്ക് എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരമാണ് വേണ്ടത് എന്നും ബോധ്യമാകാത്ത ഒരു വ്യക്തിയെ ശ്രീ അപ്പുർവാര് പറയുന്നതിൽ ഒരു പൂർണ്ണനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. കാരണം മനുഷ്യർക്ക് മാത്രമേ ഇത്തരം ചിന്തകളെ, കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ ഇത്തരത്തിലുള്ള അന്വേഷണം മനസ്സിൽ ഉണരുമ്പോഴാണ് നമ്മള് മനുഷ്യരാകുന്നത്. അതെല്ലാം തന്നെ നമ്മളെല്ലാം തന്നെ മൃഗങ്ങൾക്ക് തുല്യരാണ്. ആഹാര നിദ്ര ഭയമൈഥുനം ച സാമാന്യമേതത് പശുവിർനരാണാം ധർമ്മോഹിതേഷോ അധികോ വിശേഷോ ധർമ്മേന ഹീന പശുഭി സമാന. ആഹാരം, ഭക്ഷണം കഴിക്കുക, നിദ്ര, ഉറങ്ങാം, ഭയം, എപ്പോഴും ആ ഒരു ഭീതി, അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നുള്ള ആ ഭയം, അതിനെ എങ്ങനെ തടയിടാം, മൈഥുനം, ഇണചേരല്, ഈ 4 കാര്യങ്ങൾ സാമാന്യമാണ്. മൃഗങ്ങളിലും മനുഷ്യരിലും സാമാന്യമാണ്. പക്ഷെ മൃഗങ്ങളെക്കാൾ ഒരുപടി മേലെയാണ് മനുഷ്യർ എന്ന് പറയുന്നത്. എങ്ങനെ? കാരണം മനുഷ്യർക്ക് ധർമ്മം എന്താണ് ധർമ്മം? ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. അത് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ വൈദിക ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. എന്താണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ധർമ്മം? എന്നെ മനസ്സിലാക്കുക, ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ ധർമ്മം. അത് ഭഗവാൻ തന്നെ പറയേണ്ടി വന്നു. കാരണം എന്താണ്? അത് പറയാനായിട്ട് ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ, വേറെ ആർക്കും സാധിക്കില്ല. അപ്പോ അങ്ങനെയുള്ള ആ ധർമ്മത്തിനെ കുറിച്ചിട്ട് അറിയാനായിട്ടുള്ള ആ ഒരു കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ധർമ്മോഹിതേഷോ അധികോ വിശേഷ. അപ്പൊ ആ ഒരു കഴിവ് നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മൃഗങ്ങൾക്ക് തുല്യരാണ്. ധർമ്മേന ഹീന പശുഭി സമാന. അപ്പോ നമുക്ക് മനുഷ്യ ശരീരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അതിനെ വേണ്ട വിധത്തില് ഉപയോഗിക്കണം. അതിനെയാണ് അഥാതോ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ബ്രഹ്മജിജ്ഞാസ, ബ്രഹ്മത്തിനെ കുറിച്ചിട്ട് അറിയാനായിട്ട് ജിജ്ഞാസുക്കളാകണം എന്നുള്ളതാണ് വൈദിക സാഹിത്യങ്ങൾ പറയുന്നത്. അപ്പോ ഇപ്രകാരം അന്വേഷിക്കുന്ന വ്യക്തിക്ക് ഭഗവാനോട് അചഞ്ചലമായിട്ടുള്ള ആ ആദരവും അതുപോലെ തന്നെ വിശ്വാസവും ഉണ്ടായിരിക്കണം. കാരണം ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്, ആദോ ശ്രദ്ധ. ഇപ്പോ ഭഗവാൻ കൃഷ്ണന്റെ ശിഷ്യനായിട്ട് ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ആ അർജുനൻ യാതൊരു എതിർപ്പും കൂടാതെ ഭഗവാൻ എന്താണോ പറഞ്ഞത് അത് അതേപോലെ തന്നെ സ്വീകരിച്ചു. അർജുനന്റെ വാക്കുകളിൽ തന്നെ അത് പറയുന്നുണ്ട്. സർവമേത ഹൃദം മന്യേ എന്മാം വദതി കേശവ. അങ്ങ് എന്നോട് എന്താണോ പറഞ്ഞത് അത് സർവമേത ഹൃദം മന്യേ, ഞാനത് അതേപടി സ്വീകരിക്കുന്നു എന്നാണ് അർജുനൻ പറഞ്ഞത്. കാരണം ഈ ഭഗവത്ഗീതയില് കൂട്ടാനും കുറയ്ക്കാനും ഒന്നും തന്നെയില്ല, എല്ലാം തന്നെ അത്രയും പെർഫെക്റ്റ് ആണ്. 500 ചില്ലാനം ശ്ലോകങ്ങളിൽ ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ആ ഉപദേശങ്ങൾ, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതേപടി നമ്മൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും സാർത്ഥകമാകും. അത്രയും അതീന്ദ്രിയമായിട്ടുള്ള അറിവാണ് ഭഗവാൻ അർജുനന് അരുൾ ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആ വിജ്ഞാനത്തിന് അപൗരുഷേയം എന്ന് പറയുന്നത്. കാരണം അത് ഒരു മനുഷ്യർക്കും നൽകാൻ സാധിക്കാത്ത ഒരു അറിവാണ്. അത് ഭഗവാൻ മാത്രമേ തരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ അപൗരുഷേയം അല്ലെങ്കിൽ ഗുഹ്യതമം, രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും രഹസ്യമായിട്ടുള്ള അറിവാണ് ഈ അതീന്ദ്രിയമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. അത് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തതുപോലെ നമ്മളുടെ ഗുരുപരമ്പരയിലോട്ട് ആചാര്യന്മാർ നമുക്ക് യഥാരൂപത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. നമ്മളത് എപ്രകാരമാണ് അർജുനൻ മനസ്സിലാക്കിയത് അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ശ്രീലപ്രഭുവാർ പറയുന്ന ഒരു ഉദാഹരണമാണ്, ഇപ്പോ നമ്മളൊരു മരുന്ന് വാങ്ങിക്കുമ്പോൾ ആ മരുന്നിന്റെ കൂടെ ഒരു ലേബൽ ഉണ്ടായിരിക്കും. അപ്പൊ ആ ലേബലിൽ എഴുതിയിട്ടുണ്ടാവും
ഡയറക്ഷൻസ് ഫോർ യൂസ്, അതെങ്ങനെ ഉപയോഗക്രമം, എങ്ങനെ ഉപയോഗിക്കണം ആ മരുന്ന് എന്നതിൽ എഴുതിയിട്ടുണ്ടാവും. ഇപ്പോ ഒരു സ്പൂൺ വെച്ചിട്ട് 3 നേരം അല്ലെങ്കിൽ 2 നേരം, ഭക്ഷണത്തിന് മുമ്പ് ഭക്ഷണത്തിന് ശേഷം എന്നെല്ലാം ആ ലേബലിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അതേപോലെയാണ്, അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ആ മരുന്ന് സേവിക്കുന്നത്. അല്ലാതെ മരുന്ന് കിട്ടിയല്ലോ, ഇത് എന്തിനാ 5 ദിവസം കുടിക്കുന്നത്, ഒരു ദിവസം കൊണ്ട് തന്നെ കുടിക്കുക എന്നുണ്ടെങ്കിൽ വേഗം അസുഖം മാറില്ലേ എന്ന് നമ്മൾ ആരും തന്നെ ചിന്തിക്കാറില്ല. അപ്പോ എപ്രകാരമാണ് നമ്മൾ ആ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മരുന്ന് സേവിക്കുന്നത്, അപ്പോഴും നമ്മുടെ അസുഖം പൂർണ്ണമായിട്ട് മാറും. അതുപോലെ തന്നെ ആ പരമദിവ്യോത്തം കൃഷ്ണനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആ തത്വശാസ്ത്രം, അതിനെയാണ് അഭിധേയ ജ്ഞാനം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഭഗവാന്റെ സേവനത്തിന് നിരതരാകുമ്പോൾ നമുക്കും ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ മുക്തരാകാനായിട്ട് സാധിക്കും. അർജുനോട് ഭഗവാൻ പറയുന്നില്ല, നിസ്ത്രൈഗുണ്യോ ഭവാർജുന എന്ന് പറയുന്നത്, നിർദ്വന്ദ്വോ നിത്യസത്യസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ എന്ന് പറയുന്നത്. എല്ലാ യോഗ പദ്ധതികളും നീ ഉപേക്ഷിച്ചോളൂ, എല്ലാ ദ്വന്ദ്ങ്ങളിൽ നിന്ന് നീ മുക്തനാകും. നിസ്തൈഗുണ്യ ഭവാർജുന, 3 ഗുണങ്ങളിൽ നിന്നും പുറത്തു പരവരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ അങ്ങനെ നമ്മൾ അർജുനൻ മനസ്സിലാക്കിയ പോലെ നമ്മൾ ഭഗവത്ഗീത മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന്, ത്രിഗുണങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്ന് ഉളവാകുന്ന ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പുറത്തു കിടക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? ഭക്തിപൂർവം ഭഗവത് സേവനം അനുഷ്ഠിക്കുന്ന ഒരു സ്ഥലത്തും ഭൗതിക മാലിന്യം നിലനിൽക്കുകയില്ല എന്ന് പ്രഭുപാദർ പറയുന്നുണ്ട്. ഏതുപോലെയാണ് പ്രഭുപാദർ പറയുന്നത്? സൂര്യനുള്ളിടത്ത് എപ്രകാരമാണോ അന്ധകാരം നിലനിൽക്കാത്തത്, അതുപോലെ തന്നെ ഭഗവത് സേവനം ചെയ്യുന്ന സ്ഥലത്ത് മായയുടെ പ്രഭാവത്തിന് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. ചൈതന്യ ചരിതാമത്തിൽ പറയുന്നുണ്ട്, കൃഷ്ണ സൂര്യസമ മായാഹയ അന്ധകാര യാഹാൻ കൃഷ്ണ താഹാൻ നഹി മായാര അധികാര. കൃഷ്ണൻ സൂര്യന് സമനാണ്, മായയാണെന്നുണ്ടെങ്കിലോ അന്ധകാരത്തിന് സമം. അപ്പോ എവിടെ സൂര്യനുണ്ടോ അവിടെ അന്ധകാരമില്ല. അപ്പൊ അതുപോലെ തന്നെ എവിടെ കൃഷ്ണനുണ്ടോ അവിടെ മായയ്ക്ക് യാതൊരു അധികാരവും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ നമ്മള് ആ അജ്ഞാനത്തിൽ നിന്ന് നമ്മള് പുറത്തു കിടക്കണം. തമസോമാം ജ്യോതിർഗമയ. അപ്പോ അങ്ങനെ നമ്മള് ഈ ഭക്തിയുത സേവനം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മളുടെ ഹൃദയത്തിനകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെ നമ്മൾ നിർമാർജനം ചെയ്യാനായിട്ട് ശ്രമിക്കണം. ചേതോതർപ്പണമാർജനം ഭവബഹ നവാഗ്നി നിർവാപണം. ദാവാഗ്നി പോലെയാണ് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്, കാട്ടുതീ പോലെ. അതിൽ നിന്ന് പുറത്തു കടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ സഹായം കൂടാതെ ഒന്നും തന്നെ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ജന്മം ജനിച്ച ഏതൊരാളും ബുദ്ധിമാനും അതുപോലെ തന്നെ വിശുദ്ധനും ആകാനായിട്ട് കൃഷ്ണാവബോധം ഉൾക്കൊള്ളണം. അതുപോലെ തന്നെ ഭഗവത് സേവനം അനുഷ്ഠിക്കുകയും ചെയ്യണം. ഇതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, ഏതത് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത്. അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ബുദ്ധിമാനായിട്ട് തീരാനായിട്ട് സാധിക്കും. അപ്പോ ഇവിടെ പറയുന്നുണ്ട് ഭാവാർത്ഥത്തില്, ഭഗവാനെ മനസ്സിലാക്കിയിട്ട് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടത്തിടത്തോളം കാലം ഒരാള് തൻ്റെ സാമാന്യ ദൃഷ്ട്യ എത്രത്തോളം തന്നെ ബുദ്ധിമാൻ ആയിരുന്നാലും ശരി, ഭഗവാൻ അതിനെ അംഗീകരിക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ ആചാര്യന്മാര് പറയുന്നത് പോലെ 16 മാല ജപിക്കുക, അതുപോലെ തന്നെ 4 യമനിയമങ്ങള് ആചരിക്കുക. എന്തൊക്കെയാണ് യമനിയമങ്ങൾ? ചൂതുകളി പാടില്ല, പിന്നെ അവിഹിതമായിട്ടുള്ള ബന്ധം പാടില്ല, പിന്നെ മദ്യപാനം പാടില്ല, അതുപോലെ തന്നെ മാംസാഹാരങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല. ഇത് അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ വൈദിക ഗ്രന്ഥങ്ങളിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളും ഭഗവാന്റെ ലീലകളും നമ്മൾ
നമ്മുടെ ജീവിതത്തിൽ ആചരിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഈ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനെ അനഘ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനഘ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപമില്ലാത്തവൻ. അപ്പോ വാസ്തവത്തില് എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും മുക്തനാകാതെ ഒരാൾക്ക് കൃഷ്ണനെ ശരിക്കും മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഭക്തിയുത സേവനം അനുഷ്ഠിക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ 7ാമത്തെ അധ്യായത്തിൽ പഠിച്ചിരുന്നു. യേഷാം തു അന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വമോഹ നിർമുക്ത ഭജന്തേ മാം ദൃഢവ്രതാഹ. അപ്പൊ നമ്മള് ഒരുപാട് ജന്മങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന ആ പുണ്യകർമ്മങ്ങൾ കൊണ്ട് യേഷാം തു അന്തഗതം പാപം, നമ്മുടെ എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും നമ്മൾ മുക്തരാകുമ്പോൾ, അതുപോലെ തന്നെ ദ്വന്ദ്വമോഹ വിനിർമുക്താഹ, നമ്മളുടെ ദ്വന്ദ്ങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വ്യാമോഹങ്ങളിൽ നിന്നും നമ്മൾ മുക്തരാകുമ്പോൾ ഭജന്തേ മാം ദൃഢവ്രതാഹ, നിങ്ങൾക്ക് എന്നെ ഭക്തിപൂർവം ഭഗവത് സേവനം അനുഷ്ഠിക്കാനായിട്ട് സാധിക്കും എന്ന് ഭഗവാൻ 7ാമത്തെ അധ്യായത്തിന് മുമ്പ് പറഞ്ഞു തന്നിരുന്നു. അപ്പോ നമ്മള് ഇതിൽ നിന്നെല്ലാം പുറത്തു കിടക്കണം, ദ്വന്ദ്ങ്ങളിൽ നിന്ന് പുറത്തു കിടക്കണം, വ്യാമോഹത്തിൽ നിന്ന് പുറത്തു കിടക്കണം, പിന്നെ എല്ലാ പാപപ്രതികരണവും നമ്മൾ പുറത്തു കിടക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത്. ചേതോദർപ്പണമാർജനം, നമ്മുടെ ഹൃദയത്തിനടിച്ച് അടിഞ്ഞുകൂടിയിട്ടുള്ള ആ പാപങ്ങളെല്ലാം കഴുകിക്കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത്. അങ്ങനെ നമ്മൾ ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് വിശ്വാസത്തോടു കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ ഭക്തിയുത സേവനം അനുഷ്ഠിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഇപ്രകാരം ധർമാനുസൃതമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ പാപപ്രതികരണങ്ങളിൽ നിന്ന് മുക്തരായിട്ട് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ആ പരമദിവ്യോത്തം പുരുഷനായിട്ടുള്ള ഭഗവാന്റെ സമാധിയിൽ നമുക്ക് ഭഗവാനെ ധ്യാനിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ആധ്യാത്മിക വേദിയിലേക്ക് ഉയരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയ. ശുദ്ധഭക്തന്മാരുമായിട്ടുള്ള ആ സമ്പർക്കം വഴി ഏതൊരു വ്യക്തിക്കും ആ പരമപദ പ്രാപ്തി നേടാനായിട്ട് സാധിക്കും. ഭക്തിമാർഗം പരിശീലിക്കുക, അതുപോലെ തന്നെ ഭഗവാന്റെ ഭക്തന്മാരുമായിട്ടുള്ള ആ സത്സംഗം. ചണ്ടാളോ വിദ്യുജശ്രേഷ്ഠ ഹരിഭക്തി പരായണ, ഭഗവാന്റെ ആ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി നായത്തിൽ നിന്നൊരു വ്യക്തിയായാൽ പോലും അയാളും ഒരു ബ്രാഹ്മണരിലെ ഏറ്റവും ഉയർന്ന വ്യക്തിയായിട്ട് കണക്കാക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ മുക്തി നേടാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ഭക്തന്മാരെ സേവിക്കണം. ശ്രീമദ് ഭാഗവതത്തിന്റെ 5ാം സ്കന്ധത്തിലെ ഋഷഭദേവൻ തന്റെ 100 മക്കളോട് പറയുന്ന ഉപദേശമുണ്ട്. മഹസേവാം ദ്വാരം ആഹുർ വിമുക്തേ തമോദ്വാരം യോഷിതാം സംഘം മഹാന്തസ്തേ സമചിത്ത പ്രശാന്താഹ വിമന്യവ സുഹൃദ സാധവോയേ എന്ന് പറയുന്നത്. മഹസേവ, ഭക്തന്മാർക്ക് സേവനം അനുഷ്ഠിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ്വാരം, എന്ത് ദ്വാരം? മുക്തിക്കുള്ള ദ്വാരം. വിമുക്തി ദ്വാരം ആഹുർ വിമുക്തി, മുക്തി നേടാനുള്ള ആ മാർഗത്തിലേക്കുള്ള ദ്വാരം വളരെ എളുപ്പത്തിൽ നമുക്ക് നേടാനായിട്ട് സാധിക്കും എന്ന് ആഹുർ പറയപ്പെടുന്നു. അതേസമയം അതിന് നേരെ എതിരായിട്ട് സംഘം, അഭക്തരുമായിട്ടുള്ള നമ്മൾ സംഘം ചേരുകയാണെന്നുണ്ടെങ്കിലോ അവിടേക്കുള്ള ദ്വാരം അല്ലെങ്കിൽ വാതിൽ എങ്ങനെയുള്ളതായിരിക്കും? തമോദ്വാരം. നമ്മളെ തമോ ഗുണം അല്ലെങ്കിൽ താഴെ കിടക്കുന്ന ഗ്രഹങ്ങളിലേക്ക് നമ്മളെ എത്തിക്കും എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഭക്തന്മാർക്ക് സേവനം അനുഷ്ഠിക്കുമ്പോൾ മഹാന്തസ്തെ സമചിത്താഹ, അങ്ങനെയുള്ളവര് സമചിത്തന്മാരായിട്ട് തീരും. പ്രശാന്താഹ, അവർ ശാന്തമനസ്കരായിട്ട് തീരും. സുഹൃദ, അവര് എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ട് ശ്രമിക്കും. അവര് സാധവ, അവര് സാധുക്കളായിട്ട് തീരും. അപ്പോ ഈ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മോചനം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആധ്യാത്മികമായിട്ട് ഉയർന്ന നിലവാരം പുറത്തുന്ന വ്യക്തികളുമായിട്ട് നമ്മൾ സംഘം ചേർന്നുകൊണ്ട് അവർക്ക് സേവനം അനുഷ്ഠിക്കണം. അല്ലാതെ
ഈ ആത്മീയ കാര്യങ്ങളില് താല്പര്യമില്ലാതെ സ്ത്രീകളോടും ലൈംഗികതയോടും ഒക്കെ താല്പര്യം പുലർത്തുന്നവര് അവര് അധോലോകത്തിലേക്ക് പോകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ സത്സംഗത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അങ്ങനെ സത്സംഗം കൊണ്ട് ഈ നമ്മള് ഉയർന്ന തലത്തിലേക്ക് എത്തുമ്പോൾ നമ്മള് എല്ലാ ജീവസത്തുക്കളെയും നമ്മള് സുഹൃത ഒരേപോലെ കാണാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു. നമ്മൾ 4-ാം അധ്യായത്തിൽ പഠിച്ചത് വിദ്യാവിനയ സമ്പന്നി ബ്രാഹ്മണി യോഗ്യസ്ഥിനി ശുനി ചൈവ സ്വഭാഗ്യച്ച പണ്ഡിതാഹ സമദർശനഹ. എല്ലാവരെയും നമുക്ക് ഒരേ തലത്തിൽ കാണാനായിട്ട് സാധിക്കും. പ്രശാന്താഹ വിമന്യഹ സുഹൃത സർവദേഹിന. അവർക്ക് ശത്രുക്കൾ ഉണ്ടായിരിക്കില്ല. അജാത ശത്രുവ ശാന്താഹ സാധവഹ സാധുഭൂഷണം. ഒരുപാട് സ്ഥലത്ത് ഭാഗവത്തില് പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ പറയുന്നത് ഈ ഗുണങ്ങളെല്ലാം തന്നെ ഒരു സാധുവിന്റെ ഭൂഷണം ആഭരണങ്ങളാണ് എന്നുള്ളതാണ് പറയുന്നത്. 3-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട് പ്രതീക്ഷവാക്കാരണിക സുഹൃത സർവദേഹിന അജാത ശത്രുവ ശാന്താഹ സാധവ സാധു ഭൂഷണ എന്ന് പറയുന്നതാണ്. അപ്പോ വളരെ ദുർലഭമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് ഒരു ജംഗ്ഷനാണ്. ഇപ്പോ റെയിൽവേ ട്രാക്കിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാം, ഈ ജംഗ്ഷൻ എത്തുമ്പോൾ ട്രെയിൻ പല ദിശയിലേക്ക് തിരിഞ്ഞു പോകും. അപ്പൊ അതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മം എന്ന് പറയുന്നത് ഒരു ജംഗ്ഷനാണ്. അപ്പൊ ഈ ജംഗ്ഷനിൽ നമുക്ക് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാനായിട്ടുള്ള അവസരവും തന്നിട്ടുണ്ട്, താഴെ കിടക്കുന്ന ലോകങ്ങളിലേക്ക് പോകാനായിട്ടുള്ള അവസരവും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് റൂട്ട് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് അത് നമ്മളുടെ കയ്യിലാണ്. അതിന് നമ്മൾ തന്നെ മനസ്സിലാക്കണം. ഭഗവാൻ നമുക്ക് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ നേരായ മാർഗത്തിൽ നയിക്കാനായിട്ട് നമുക്ക് ആചാര്യന്മാരെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നേർവഴിക്ക് പോകുക എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മുക്തിയുടെ മാർഗത്തിൽ സഞ്ചരിക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ മഹാത്മാക്കളുമായിട്ട് സഹവാസം ചേർന്ന് അവരുടെ കാലടികളെ നിർദ്ദേശങ്ങളെ നമ്മൾ പിന്തുടരണം. കാരണം എന്താണ്, നമുക്കത് നമ്മളുടെ ശുഷ്കമായിട്ടുള്ള അറിവുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. കാരണം അത് അത്രയും ഇൻട്രിക്കേറ്റ് ആണ്, അല്ലെങ്കിൽ സങ്കീർണമാണ്. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം മഹാജനോ യേന ഗതസബന്ധ. നിഹിതം ഗുഹായാം, അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മത്തിന്റെ തത്വം എന്ന് പറയുന്നത് അത്രയും ഡീപ്പാണ്. അത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മഹാജനങ്ങളുടെ അല്ലെങ്കിൽ ഭക്തരുടെ പാതയെ നമ്മൾ പിന്തുടരണം. വേദങ്ങൾ എന്ന് പറയുന്നത് അനന്തവും അതുപോലെ തന്നെ ഗഹനവുമാണ്. അത് നമുക്ക് വെറുതെ വായിച്ചുകൊണ്ട് നമുക്ക് സ്വയം പഠിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പല വേദപണ്ഡിതന്മാരുമുണ്ട്, അവർക്ക് ആർക്കും തന്നെ ഭഗവാൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്, അവരുടെ ശുഷ്കമായിട്ടുള്ള അറിവുകൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. വേദങ്ങളുടെ ശ്ലോകങ്ങളിലെല്ലാം അവർ ബൈഹാർട്ടായിട്ട് പറയുമായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഭഗവാനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഭക്തന്മാരുടെ സത്സംഗവും അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹവും വേണം. ഭക്തന്മാരുടെ സത്സംഗം ചേരുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ആ പാതയെ പിന്തുടരുക എന്ന് വെറുതെ അവരുടെ പിറകെ നടന്നുകൊണ്ടായില്ല. നമ്മൾ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പകർത്താനായിട്ട് ശ്രമിക്കണം. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടാണ് ഗുരു ശിഷ്യന്റെ കഥ. ശിഷ്യനും ഗുരുവും കൂടെ പോകുമായിരുന്നു. അപ്പൊ ഗുരു കഴുതപ്പുറത്തിരിക്കുകയാണ്. അപ്പോ ശിഷ്യനോട് പറഞ്ഞു, ഇങ്ങനെ വഴി കൂടെ നീ എന്റെ പിറകെ വാ, എന്റെ കയ്യിലൊരു സഞ്ചി വെച്ചോ. കാരണം വഴി ഇന്നത്തെ പോലെ കോൺക്രീറ്റുള്ള ടാറിട്ട റോഡൊന്നുമില്ല, നിറയെ കുണ്ടും കുഴിയുള്ള റോഡാണ്. അപ്പൊ എന്തെങ്കിലും താഴെ വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് എടുത്ത് സഞ്ചിയിൽ പറക്കിയിടണം എന്ന് പറഞ്ഞു. അപ്പോ ശിഷ്യൻ അങ്ങനെ അത് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോ കുറെ കഴിഞ്ഞപ്പോ ഈ വൈദിക ഗ്രന്ഥങ്ങൾ താഴും. അപ്പൊ ശിഷ്യനത് പറക്കിയിട്ടു. അപ്പോ നീ അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു.
അപ്പൊ അങ്ങനെ കുറെ ദൂരം പോയി കഴിഞ്ഞാൽ ഗുരു താഴെ വീണു കഴുതപ്പുറത്ത്. ശിഷ്യൻ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോഴേ ഗുരുവിന്റെ പേര് ആ ലിസ്റ്റിലില്ല. അപ്പൊ ഗുരു ചോദിച്ചു, നീ എന്താ എന്നെ എടുക്കാത്തതെന്ന് ചോദിച്ചു. അപ്പൊ അതൊന്നും ലിസ്റ്റിൽ അങ്ങയുടെ പേരില്ല എന്ന് പറഞ്ഞു. അപ്പോ അതുപോലെ ആകരുത്. നമ്മള് തത്വം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതുപോലെ പ്രവർത്തിക്കണം. അപ്പൊ ചുരുക്കത്തില് ഈ എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും മുക്തനാകാതെ ഒരാൾക്ക് കൃഷ്ണനെ ശരിക്കും അറിയാനായിട്ട് സാധിക്കില്ല. ഇപ്രകാരം തികഞ്ഞ കൃഷ്ണാവബോധത്തോടുകൂട്ട് ശുദ്ധ ഭക്തന്മാരോടൊപ്പം നമ്മുടെ ഭക്തിയുദ്ധ സേവനം അനുഷ്ഠിക്കുമ്പോൾ നമ്മള് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചിരുന്നു. പ്രവൃദ്ധ വിഷയപ്രവാല ത്രിഗുണങ്ങൾ കൊണ്ട് വർദ്ധിച്ചിരിക്കുന്ന ആ ഇന്ദ്രിയ വിഷയങ്ങൾ നമ്മൾ അതിൽ നിന്ന് മുക്തി നേടാനായിട്ട് ശ്രമിക്കണം. പിന്നെ നിർമ്മാനമോഹാജിത സംഘദോഷ, നമ്മള് അസത്സംഗം വെടിയണം. അതുപോലെ തന്നെ നിർമ്മാനമോഹ മോഹം, അതുപോലെ തന്നെ മമ എന്റേത് എന്നുള്ള ആ ചിന്തകളിൽ നമ്മൾ പുറത്തു കിടക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രേയപ്രഭുവായി പറയുന്നത് ഹൃദയ ദൗർബല്യം. എന്താണ് ഹൃദയ ദൗർബല്യം? ഭൗതിക പ്രകൃതിയെ കീഴടക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം, അതാണ് നമ്മൾ മനുഷ്യരുടെ അധപതനത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം. നമ്മൾ 7-ാം അധ്യായത്തിൽ പഠിച്ചിരുന്നു. അപരേമിതസ്ത്വന്യാം പ്രകൃതിയും ബുദ്ധിമേ പരാം ജീവഭൂതം മഹാബാഹോ ഏതം ധാര്യതേ ജഗത്. ഭഗവാൻ പറയുന്നുണ്ട്, ആത്മീയ പ്രകൃതിക്ക് താഴെ ഭൗതിക പ്രകൃതി ഉപരിയായിട്ട് ഒരു കൂട്ടരുണ്ട്. അവരാണ് നമ്മള്, ഈ മനുഷ്യര്. നമ്മളാണ് ഈ അധമ പ്രകൃതിയെ കീഴടക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ ഈ ഭൗതിക പ്രകൃതിയെ കീഴടക്കണം എന്നുള്ള ആ ആഗ്രഹത്തിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കണം. കാരണം അതാണ് മനുഷ്യരുടെ അധപതനത്തിനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം. അപ്പോ ഹൃദയ ദൗർബല്യം ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരന്തവ എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ്? അർജുനന് എൻ്റെ ബന്ധുക്കള്, എൻ്റെ മിത്രങ്ങള്, എൻ്റെ ഗുരുക്കന്മാര് എന്നുള്ള ആ ചിന്ത കൊണ്ട് അദ്ദേഹത്തിന് ആ യുദ്ധക്കളത്തില് അദ്ദേഹത്തിന്റെ ശരീരം വിറക്കിയായിരുന്നു. അർജുനൻ തന്നെ പറഞ്ഞു, വ്യപതുശ്ച ശരീരേമി രോമഹർഷശ്ച ജായതേ ഗാന്ധീവം സംസദേഹൈവ പരിദേഹ്യതേ. എൻ്റെ ആ തൊലിയെല്ലാം ചുട്ടുപൊള്ളുകയാണ്, എൻ്റെ ഗാന്ധീവം കയ്യിൽ നിന്ന് വീണു പോകുന്നു. കാരണം എന്താണ്? എനിക്ക് എൻ്റെ ഗുരുജനങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നിന്നിൽ കാണുമ്പോൾ എനിക്ക് യുദ്ധം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതിനെയാണ് ഭഗവാൻ പറയുന്നത് ദൗർബല്യം. ഭഗവാൻ അർജുനോട് പറഞ്ഞു, ക്ഷുദ്രം, വളരെ ക്ഷുദ്രം, പെറ്റിയായിട്ടുള്ള ദൗർബല്യമാണ് നിന്റെ ഈ ഒരു ചിന്ത. തെക്തോത്തിഷ്ട, നീ അതിനെ ഉപേക്ഷിക്കൂ എന്ന് ഭഗവാൻ അർജുനോട് പറയുന്നു. അപ്പോ ഭൗതിക പദാർത്ഥങ്ങളിലുള്ള ആസക്തി, അതുപോലെ തന്നെ അവ നേടാനായിട്ടുള്ള ആ മനോഭാവം, ഇതിൽ നിന്ന് സ്വയം മുക്തി നേടാനായിട്ടുള്ള പ്രക്രിയയാണ് ഈ അധ്യായത്തിന്റെ ആദ്യത്തെ 5 ശ്ലോകങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഭൗതിക പ്രകൃതി, എന്താണ് ആധ്യാത്മിക പ്രകൃതി, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. പിന്നെ 7 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് എങ്ങനെ ഈ ഭൗതിക ലോകത്തിൽ നിന്നും ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാം. നിർമ്മാനമോഹാദിത സംഘർഷ ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആ ഒരു യാത്രയെ കുറിച്ചിട്ടാണ് 7 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. പിന്നെ 12 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളിൽ എങ്ങനെയാണ് ഭഗവാൻ ഈ ആധ്യാത്മിക ലോകത്തിനെയും ഭൗതിക ലോകത്തിനെയും നിലനിർത്തുന്നത്. ഭഗവാന്റെ ഒരു ചെറിയൊരു അംശമാണ് ഈ ആധ്യാത്മിക ലോകത്തിനെയും ഭൗതിക ലോകത്തിനെയും നിലനിർത്തുന്നത്. കാരണം അത്രയും അനന്തമായിട്ടുള്ളതാണ് ഈ ഭൗതിക ലോകം, ആധ്യാത്മിക ലോകം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നിലനിർത്താനായിട്ട് ഭഗവാന്റെ ഒരു ചെറിയൊരു ശക്തി മാത്രം മതി.
ഭഗവാൻ തന്റെ മുഴുവൻ കഴിവും ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മഹാവിഷ്ണു, ഗർഭോദക്ഷയ വിഷ്ണു ആയിക്കോട്ടെ, കാരണോദക്ഷയ വിഷ്ണു ആയിക്കോട്ടെ, ക്ഷീരോദക്ഷയ വിഷ്ണു ആയിക്കോട്ടെ, ഈ 3 വിസ്തരണങ്ങളും തന്നെ എല്ലാ സമയവും ആ അനന്തശേഷന്റെ മുകളിൽ അങ്ങനെ ശയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആ ശയിക്കുന്ന അവസ്ഥയിൽ പോലും ഭഗവാന് ഈ 3 ലോകങ്ങളെയും നിലനിർത്താൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഭഗവാൻ ഉണർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാന് എന്ത് തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. ഭഗവാൻ നാരദ മഹർഷിയോട് പറഞ്ഞു, ആ ചെരുപ്പ് കുത്തിക്ക് ഈ ജന്മം കഴിഞ്ഞാൽ ഉടൻ എൻ്റെ അടുത്തേക്ക് വരാം. അപ്പൊ നാരദ മഹർഷി ചോദിച്ചു, അപ്പോ വേദപണ്ഡിതനോ? ഭഗവാൻ പറഞ്ഞു, അദ്ദേഹത്തിന് എത്ര ജന്മം എടുക്കും എന്നുള്ളത് എനിക്ക് തന്നെ അത് പറയാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണത്? ആ ഭഗവാനുള്ള വിശ്വാസം. ചെരുപ്പ് കുത്തി പറഞ്ഞു, ഈ ഒരു ചെറിയ വിത്തിൽ നിന്നാണ് ഇത്രയും വലിയൊരു ആൽമരം വന്നിരിക്കുന്നത്. അപ്പോ ഭഗവാൻ ഇത്രയും വലിയൊരു ആൽമരത്തിനെ ഈ ചെറിയൊരു വിത്തിനകത്ത് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഭഗവാന് ഒരു സൂചിയുടെ പരിധി കൂടെ ഒരു ആനയെ കടത്താനായിട്ട് സാധിക്കില്ല? പക്ഷെ ഈ വസ്തുത നാരദ മഹർഷി പറഞ്ഞപ്പോഴ് വേദപണ്ഡിതന് അത് വിശ്വസിച്ചില്ല. എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു. അപ്പൊ നാരദ മഹർഷിക്ക് മനസ്സിലായി, ആ ഭഗവാനോടുള്ള വിശ്വാസം അതാണ് ഏറ്റവും പ്രധാനം. അപ്പോ ഈ ഒരു അറിവ് വളർത്തിയെടുക്കലാണ് നമുക്ക് ഈ അധ്യായത്തിലെ ഭഗവാൻ ഈ 12 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ 16 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളിൽ സംബന്ധജ്ഞാനം, അതായത് ക്ഷര അക്ഷര ഭഗവാൻ, നമ്മളാരാണ്, ഭഗവാൻ ആരാണ്, ആധ്യാത്മിക ലോകം എന്താണ്, ഭൗതിക ലോകം എന്താണ്, എങ്ങനെയാണ് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിനും ആധ്യാത്മിക ലോകത്തിനും എങ്ങനെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് വിസ്തരിച്ച് പറഞ്ഞു. പിന്നെ 19ാമത്തെ ജ്ഞാനത്തിൽ അഗതിയ ജ്ഞാനം, നമുക്ക് എങ്ങനെ ഈ അറ്റുപോയ ഈ ഭഗവാനുമായിട്ടുള്ള ബന്ധത്തിനെ നമുക്ക് പുനഃസ്ഥാപിക്കാം, അതിനുള്ള പദ്ധതി എന്താണ്? ഭക്തിയുത സേവനം, ഭക്തിയാമാം അഭിജാനാതി, ഭക്തി കൊണ്ട് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് ഭഗവാൻ പല സ്ഥലത്തും എടുത്തെടുത്ത് പറയുന്നുണ്ട്. അന്യശ്ചിന്തയുദ്ധോ മാം യേ ജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യാം. എല്ലാ സ്ഥലത്തും ഭഗവാൻ തന്നെയാണ് പറയുന്നത്, എന്നോടുള്ള പരിപൂർണമായിട്ടുള്ള ഭക്തി, അതുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് എന്നെ പ്രാപിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ ഇത്രയും കാര്യങ്ങള് ഭഗവാൻ പറഞ്ഞു എന്ന് 19ാമത്തെ ശ്ലോകം വരെ. ഇനി നമ്മൾ അത് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ള ആ പ്രയോജന ജ്ഞാനമാണ് അവസാനത്തെ ശ്ലോകം 20ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. നമ്മുടെ ഭക്തിയുത സേവനം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ ഭക്തിയുത സേവനത്തിൽ നമ്മൾ മുന്നോട്ട് നേടുമ്പോൾ നമുക്ക് ഈ ഭൗതിക ശരീരം വെടിയുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ആധ്യാത്മിക ലോകത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് ഈ അധ്യായത്തിന് പുരുഷോത്തമ യോഗം എന്ന് പറയുന്നത്. നമുക്ക് ഈ പുരുഷോത്തമ മാസത്തില് 5 തിങ്കളാഴ്ചകളിലായിട്ട് നമുക്ക് ഈ അധ്യായം മുഴുവനായിട്ട് നമുക്ക് തീർക്കാനായിട്ട് സാധിച്ചു. നമ്മളെല്ലാവരും വളരെ ഭാഗ്യവാന്മാരാണ്. തുടർന്നും നമ്മൾ ഈ അധ്യായം സമയം കിട്ടുമ്പോഴെല്ലാം വായിക്കണം. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ അറിവ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള അറിവ്. അപ്പോൾ എല്ലാവരും അതിനെ പ്രയോജനപ്പെടുത്താം. നമുക്ക് അടുത്ത അധ്യായം തുടങ്ങിയാൽ അത് നമുക്ക് ആദ്യത്തെ ശ്ലോകങ്ങൾ വായിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും 16ാം അധ്യായത്തിന്റെ മഹിമകളെ കുറിച്ചിട്ട് പത്മപുരാണത്തിലെ പരമശിവൻ എന്താണ് പാർവതിയോട് പറയുന്നത് നമുക്ക് നോക്കാം. അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്. ഗർഗബാഹു എന്ന് പറയുന്ന ഒരു രാജാവ് സൂറത്ത് ഭരിച്ചിരുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ അതുവഴി പോകുകയായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഈ രാജാവിന്റെ അദ്ദേഹത്തിന് ഒരുപാട് ആനകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതില് അരിമർദ്ദനൻ എന്നു പേരുള്ള ഒരു ആന, അതിനെ മതമിളകിട്ട് അത് ഓടി നടന്നിട്ട് എല്ലാം നശിപ്പിക്കാനായിട്ട് തുടങ്ങി.
അപ്പൊ ആ സമയത്താണ് ഈ ബ്രാഹ്മണൻ അതുവഴി വരുന്നത്. അപ്പൊ ബ്രാഹ്മണൻ എന്ത് ചെയ്തു, പതുക്കെ ഈ ആനയുടെ അടുത്ത് നിന്ന് അതിന്റെ പുറത്ത് തട്ടിട്ട് അതിനോട് ഇരിക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ ആന അവിടെ ഇരുന്നു, ഒരു മടിയും കൂടാതെ. അങ്ങനെ ഈ ബ്രാഹ്മണൻ ആനയെ തള്ളി സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് രാജാവിനും മറ്റുള്ളവർക്കെല്ലാവർക്കും അത്ഭുതമായി. അപ്പോ അവര് ബ്രാഹ്മണനോട് ചോദിച്ചു, അങ്ങ് എന്ത് വിദ്യയാണ് പ്രയോഗിച്ചത് ഈ മതമിളകിയ ഈ ആനയെ മെരുക്കാനായിട്ട്? അപ്പോ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ പ്രത്യേകിച്ച് വിദ്യയൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ വരുന്ന സമയത്ത് ഈ 16-ാം അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകങ്ങള് അങ്ങനെ വായിച്ചുകൊണ്ട് വരികയായിരുന്നു. അതില് പറയുന്നതാണ് അഭയം സത്വസംശുദ്ധിയും അഭയം, ആ ഭയം എന്നുള്ള അതിൽ നിന്ന് പുറത്തു കിടക്കുക, സത്വസംശുദ്ധി, ശുദ്ധരായിട്ട് തീരാ. അപ്പോ ഇത് കേട്ടപ്പോഴ് ഞാനിത് വായിച്ചുകൊണ്ട് വരുമ്പോഴ് അപ്പൊ ആനയ്ക്കും എന്റെ സ്പർശനം ഉണ്ടായപ്പോഴ് ആനയും ശാന്തനായി എന്ന് പറയാണ്. അപ്പോ അങ്ങനെ രാജാവ്, ഈ ഗർഗബാഹു എന്ന് പറയുന്ന മഹാരാജാവ് ഈ ബ്രാഹ്മണനെ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. അങ്ങനെ ഈ ബ്രാഹ്മണനിൽ നിന്ന് മഹാരാജാവും ഈ ശ്ലോകങ്ങൾ കേട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ബ്രാഹ്മണന് 100 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായിട്ട് കൊടുത്ത് ബ്രാഹ്മണനെ പറഞ്ഞയച്ചു. പിന്നീട് രാജാവും ഈ മതമിളകിയ ആനയെ ചെന്നിട്ട് ഈ ശ്ലോകങ്ങൾ വായിച്ച് സാന്ത്വനപ്പെടുത്തുന്നുണ്ട്. അപ്പോ ഒരു മതമിളകിയ ആനയെപ്പോലും തളയ്ക്കാനായിട്ട് ഉള്ള ശക്തി ഈ 16-ാം അധ്യായത്തിലെ ശ്ലോകങ്ങൾക്കുണ്ട് എന്നാണ് പരമശിവൻ പാർവതി ദേവിയോട് പറയുന്നത്. അപ്പോൾ കൂടുതൽ നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗ്രന്ഥരാ ശ്രീമദ് ഭഗവത്ഗീത की जय, श्रील प्रभुपाद की जय, ഗുരു മഹാരാജ് की जय, ജയ് ഗൗർ പ്രേമാനന്ദി. ആർക്കെങ്കിലും ഈ പുരുഷോത്തമ യോഗം എന്ന് പറയുന്ന അധ്യായത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം, സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു പറഞ്ഞ പഞ്ചമസ്കന്ധത്തിലെ ആ ഏത് അധ്യായത്തിലാണ് പ്രഭു ആ ശ്ലോകം പറഞ്ഞത്? അത് ഋഷഭദേവൻ തന്റെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. അതായത് 5-ാമത്തെ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു, ഈ പുരുഷോത്തമ മാസത്തിലെ പ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് ഈ ശ്ലോകങ്ങൾ പഠിക്കാനിടയായി. ഇപ്പോൾ സമാപനമായിട്ട് 15-ാം അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകവും കേൾക്കാനിടയായി. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു മഹാഭാഗ്യമായിട്ട് ബന്ധപ്പെട്ടു. അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് മറ്റൊരു ഭാഗ്യം കൂടെ ഉണ്ടായി. അതായത് ആദികർത്ത പ്രഭുവിന്റെ കൃപ കൊണ്ട് നമ്മുടെ മായാപൂർ TV-യിൽ നിന്ന് മിക്കവാറും ദിവസങ്ങളിൽ ലൈവായിട്ട് അവിടുത്തെ ദൃശ്യങ്ങൾ കാണാൻ ഇടയായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. അപ്പൊ അത് കണ്ടപ്പോൾ ഒരു ചെറിയ സംശയം തോന്നി. അത് പ്രഭുവിന്റെ മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ചോട്ടെ പ്രഭു. അതായത് അവിടെ ഭഗവാന്റെ വിഗ്രഹങ്ങൾ, എല്ലാവരുടെയും വിഗ്രഹങ്ങൾ കാണുമ്പോൾ ഭഗവാന്റെ നെറ്റിയിലും ബലദേവ ഭഗവാന്റെ നെറ്റിയിലും പഞ്ചത്തിലെ എല്ലാവരുടെ നെറ്റിയിലും നമ്മുടെ തിലകം ഭംഗിയായിട്ട് കാണുന്നുണ്ട്. ഭഗവാന്റെ പാദവും തുളസിയും ഉൾപ്പെടുന്നതാണല്ലോ തിലകം. അപ്പൊ നമ്മൾ ഇസ്കോൺ ഡിവോട്ടീസ് എല്ലാവരും, പ്രഭുക്കന്മാരും മാതാജിമാരും എല്ലാം അത് ധരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ രാധാദേവിക്കും സഖിമാർക്കും ആ തിലകമില്ല. അതെന്താണ് അതിന്റെ രഹസ്യം ഒന്ന് പറഞ്ഞു തരുമോ കൃഷ്ണ? രാധാദേവിക്കും സഖിമാർക്കും തിലകം ഇല്ല. ഞാൻ അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനായിട്ട് ഞാൻ വൃന്ദാവൻ പ്രാണ മാതാജിയെ വിളിക്കാം. ഹരേ കൃഷ്ണ. രാധാദേവിക്കും സഖിമാർക്കും തിലകമില്ല, എന്തുകൊണ്ടാണെന്നൊരു ചോദ്യം. സഖിമാർ തിലകമില്ല, പറഞ്ഞു കൊടുത്താൽ മതി. തിലകം ഇല്ലാന്ന് നമുക്ക് തോന്നുന്നതാണ്. അവര് ശരിക്കും തിലകം ഇട്ടിട്ടുണ്ട്. കേട്ടോ പ്രഭു? പ്രഭു കേട്ടോ? ഇല്ല പ്രഭു, ഒന്നുകൂടെ വ്യക്തമായി പറയണേ, കേട്ടില്ല. അതായത് രാധാറാണിക്കും സഖിമാർക്കും തിലകം ഉണ്ട്, പക്ഷെ നമുക്കത് കാണാനായിട്ട് സാധിക്കില്ല എന്നാണ് ഗുരു മഹാരാജ് പറഞ്ഞത്.
ഓ ശരി. ആ. അത് ശരി. കാരണം നമ്മളത് എല്ലാ ദിവസവും ഞാൻ കാണുന്നുണ്ട്. എല്ലാവരുടെയും മറ്റേ ഭഗവാന്റെ ഒക്കെ എല്ലാവരുടെയും നെറ്റി വളരെ വ്യക്തമായിട്ട് കാണുന്നു. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ഓരോ പൊട്ട് മാത്രമേ കണ്ടുള്ളൂ, കറുത്ത പൊട്ട്. അപ്പൊ നമുക്കത് പെട്ടെന്നൊരു ഇത് തോന്നി, അത് എന്തുകൊണ്ടായിരിക്കുമോ, അതിനെന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ എന്ന്. അപ്പൊ അത് പറഞ്ഞു തരാൻ ഏറ്റവും പറ്റുന്നത് പ്രഭുവിന് തന്നെയാണല്ലോ എന്ന് കരുതി ഞാൻ അന്ന് തൊട്ടേ അതിങ്ങനെ കരുതി വെച്ചിരിക്കായിരുന്നു. പ്രഭുവിനാണല്ലോ അവിടെ അവരെല്ലാം അവരുടെ മുൻ ജന്മങ്ങളിൽ വലിയ വലിയ യോഗിമാരായിരുന്നു. യോഗിമാരായിരുന്നു ഈ സഖിമാരെല്ലാവരും തന്നെ. അപ്പോ അവരെല്ലാം തന്നെ ഭഗവാന്റെ ലീലകൾക്ക് വേണ്ടിയിട്ട് ആത്മീയ ലോകത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരാണ്.